നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഈഡൻ ഗാർഡൻസിൽ ഏറ്റുമുട്ടുകയാണ്. രണ്ട് ടീമും കഴിഞ്ഞ കളി ഏതാണ്ട് ഒരുപോലെയായിരുന്നു. 200 റൺസ് അടിച്ചു, എന്നിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ തോറ്റു. ഈ കളിയിൽ ആര് ജയിക്കുമെന്നുള്ള ചോദ്യം വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ആശങ്കകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ടീം ന്യൂസും ലൈക്ക്ലി 12 ഒക്കെ നോക്കുകയാണ്. രഹാനെ കഴിഞ്ഞ കളിയിൽ ലിംബ് ചെയ്ത് പുറത്തു പോയി, പക്ഷേ ക്രാമ്പിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഈസ് ഓക്കെ. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അഭിഷേക് നായർ പറയുന്നത്. വരുൺ ചക്രവർത്തിയെ എന്തായാലും കളിപ്പിക്കും എന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹം നൽകുന്നത്. വരുൺ ചക്രവർത്തി ഔട്ട് ഓഫ് ഫോമാണ്, ബട്ട് സ്റ്റിൽ അദ്ദേഹം കളിക്കും. അപ്പോൾ KKRൻ്റെ ഒരു പ്രോബിൾ 12 നമ്മൾ നോക്കിയാൽ ഫിനാലൻ അജിങ്ക്യ രഹാനെ ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നാലെ കാമറൻ ഗ്രീന്, അങ്കരീഷ് രഘുവൻഷി, റിങ്കു സിംഗ്, രമൺദീപ് സിംഗ്, അനുകൂൽ റോയി, സുനിൽ നരയൻ, വൈഭവ് അറോറ, വരുൺ ചക്രവർത്തി, ബ്ലെസ്സിംഗ് മുസറബാനി, കാർത്തിക് ത്യാഗി. ഇതാണ് അവരുടെ ഒരു പ്രോബിൾ 12. കാർത്തിക് ത്യാഗിയെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഉപയോഗപ്പെടുത്തിയേക്കും. മറുഭാഗത്ത് SRHൻ്റെ ആദ്യ മത്സരത്തിൽ കാർസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഫ്രാക്ചറും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ കളിക്ക് ഉണ്ടാകാനുള്ള ചെറിയ സാധ്യത പറയപ്പെടുന്നു. ബട്ട് സ്റ്റിൽ ഒരു ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം കളിച്ചേക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ 12 എങ്ങനെയായിരിക്കും നോക്കാം. പെയിന് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തുടരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മലിംഗ ആൻഡ് ലിയാം ലിവിങ്സ്റ്റൺ, ഇവരെ വെച്ചിട്ടൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയണം. ലിയാം ലിവിങ്സ്റ്റൺ വരികയാണെങ്കിൽ ബാറ്റിങ്ങിനൊന്നുകൂടി ശക്തി പകരുകയായിരിക്കും അത് ചെയ്യുക. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്രോബിൾ 12 പോയാൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മ, സലിൽ അറോറ, ഹർഷ് ദ്യൂബെ, പിന്നെ ഇസാൻ മലിംഗ ഓർ ലിയാം ലിവിങ്സ്റ്റൺ, രണ്ടാൾ കളിച്ചേക്കും. ദെൻ ഡേവിഡ് പെയ്ന്, ഹർഷൽ പട്ടേൽ, നമ്പർ 12 ജയദേവ് ഉനാദ്കർ. അപ്പോൾ രണ്ട് ടീമിനും വിജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യ കളി രണ്ട് ടീമും പരാജയപ്പെട്ടതാണ്. അപ്പോൾ ഈ മത്സരത്തിന് ഉപയോഗപ്പെടുത്തുന്ന പിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉപയോഗിച്ച സെയിം പിച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ട്രഡീഷണലി ഹൈ സ്കോറിങ് സർഫേസ് ആണ് എന്നർത്ഥം. അപ്പോൾ 300 അടിക്കോ 250 അടിക്കോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വ്യാപകമാണല്ലോ. അങ്ങനെ അടിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം. സോ നല്ല രൂപത്തിലുള്ളൊരു സ്കോർ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ എറൗണ്ട് ലേറ്റ് 20s ആണ്, അല്ലെങ്കിൽ ഏർലി 30s ആയിരിക്കും. മോശമല്ലാത്ത ചൂടുണ്ടാവും എന്നർത്ഥം. പക്ഷേ മഴയ്ക്കുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു കളി കാണാൻ പറ്റും. റണ്ണൊഴുകാനുള്ള നല്ല സാധ്യതയുണ്ട്. കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടം ആര് ജയിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.